നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. Really? I love you, പാർവതി. ഞാൻ ഐ ലവ് യു പറഞ്ഞിട്ടും താനെന്താടോ മറുപടി പറയാത്തെ? അത് പറയടോ. ഐ ഐ ഐ അയ്യേ, അപ്പോഴേക്ക് നാണം വന്നോ? ആ ശരി ശരി, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. നാണം മാറിയിട്ട് എന്നെ നോക്കിയാ മതി. താനിന്ന് പൂജ ചെയ്തപ്പോ എനിക്ക് അമ്മയെ കാണാൻ പറ്റിയില്ലെങ്കിലും അമ്മയുടെ സാമീപ്യം എനിക്ക് ശരിക്കും അറിയാൻ പറ്റി. പിന്നെ റിയ കാണിച്ചത് മന്ത്രമോ തന്ത്രമോ അതെന്ത് തന്നെയായാലും അമ്മയുടെ രൂപം നിഴലായി ചുമരിൽ തെളിഞ്ഞത് നന്നായി. അത് കണ്ടതിന് ശേഷം ഒരു ഗുണമുണ്ടായി. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ സംശയം അങ്ങ് മാറിക്കിട്ടി. താനും അമ്മയും തമ്മില് നിരന്തരം സംസാരിക്കാറുണ്ടെന്ന് താൻ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഇപ്പോഴാ അതെല്ലാവർക്കും ബോധ്യമായത്. ഇപ്പോഴെങ്കിലും എല്ലാവർക്കും മനസ്സിലായല്ലോ, അത് നന്നായി. അമ്മയും താനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഇത്രയും വലുതാണെന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ട്. അമ്മയ്ക്ക് തന്നോട് അത്രമാത്രം സ്നേഹമുള്ളതുകൊണ്ടല്ലേ തനിക്ക് അമ്മയെ കാണാൻ പറ്റുന്നത്, അമ്മയോട് സംസാരിക്കാൻ പറ്റുന്നത്. പാർവതി, അമ്മ നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഒരു ആപത്തും വരാതെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെന്നും ആലോചിക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തന്നെ എനിക്ക് എന്റെ ഭാര്യയായി ലഭിച്ചത് എന്റെ ഭാഗ്യ. സാറിന്റെ ഭാര്യയാവാൻ കഴിഞ്ഞത് എന്റെയും അനുഗ്രഹമാണ് സർ. പൂർവ്വജന്മ സുഹൃത്തം കൊണ്ട് കിട്ടിയ അനുഗ്രഹമാണിത്. പാർവതി, നിന്നെ ഇപ്പൊ കാണുമ്പോ അമ്മ മുന്നിൽ നിൽക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. അമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്നത് പോലെ ഞാൻ നിന്റെ ഈ മടിത്തട്ടിലൊന്ന് കിടന്നോട്ടെ. താനിരിക്കാൻ. ഇവിടുത്തെ സ്വത്തുക്കളാണെങ്കിൽ നിയമപ്രകാരം അത് മുഴുവനും വിശാലിന്റെയും പാർവതിയുടെയും പേരിലാണ്. നിനക്കോ മറ്റുള്ളവർക്കോ അതിൽ അവകാശമില്ല.
പിന്നെ എങ്ങനെ അത് ഭാഗം വെച്ച് നിനക്ക് തരും? ദേ, പറയുന്നത് കൊണ്ട് ഒരു വിഷമവും തോന്നരുത്. നീ പ്രഭാവതിയുടെ മകനാ, എന്റെ മകനല്ല. അതുകൊണ്ടാണ് നിനക്കും ഈ സ്വത്തിന് അവകാശമില്ലാത്തത്. ഗോപിയേട്ടാ, പ്രഭാവതി, നിനക്കും ഇത് അറിയാവുന്നതല്ലേ? നീ എന്താ ഇതെല്ലാം മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാത്തത്? അമ്മ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരണ്ട. ഇങ്ങനൊരു സംസാരം ഒരു ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അമ്മ ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചിട്ട് ഇത്രയും കാലം ഇദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ മക്കൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായി? ഇതുവരെ എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്? കണ്ടില്ലേ, ഇപ്പൊ ഇദ്ദേഹം പറയാ ഞാൻ ഇദ്ദേഹത്തിന്റെ മകനല്ലെന്ന്. ആ, അമ്മയ്ക്കത് കേട്ടപ്പോ സന്തോഷായില്ലേ? തൃപ്തിയായില്ലേ? വിനയ്, ഞാനൊന്ന് പറയട്ടെ വിനയ്. എനിക്കൊന്നും കേൾക്കണ്ട. അല്ല, അമ്മയ്ക്ക് നാണമില്ലേ? എന്തിനാണമ്മേ ഒരു പ്രയോജനം ഇല്ലാതെ ഇദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ ജന്മം പാഴാക്കുന്നത്? പ്രഭാവതി, നീ എന്താ ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത്? ഗോപിയേട്ടാ, ഞാൻ വിനയ്, ഇപ്പൊ എന്താ ഇങ്ങനൊരു സംസാരം? സ്വത്തുക്കൾ എന്റെയും വിശാൽ സാറിന്റെ പേരിലാണെങ്കിലും നിങ്ങൾക്കിപ്പോ ഇവിടെ എന്താ ഒരു കുറവ്? എന്തിനാ വെറുതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നേ? അതെ, ഞാൻ എന്റെ അവകാശമാണ് ചോദിക്കുന്നത്. എനിക്കത് കിട്ടണം. വിനയ്, സംസാരം നിർത്ത്. ഈ കുടുംബത്തിനൊരു അന്തസ്സുണ്ട്. അത് ദേ നീ ആയിട്ട് നശിപ്പിക്കരുത്. അപ്പോ സ്വത്ത് വീതം വയ്ക്കാനുള്ള ഉദ്ദേശമില്ല അല്ലേ? എടാ, നിനക്ക് എന്താ വേണ്ടത്? അത് വിശാല് തന്നോളും. അയ്യോ, എനിക്ക് ആരുടെ ഔദാര്യ ദാനം ഒന്നും വേണ്ട. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? അത് ഞാൻ പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.